ഹലോ ഗായ്സ്, ഇത് വിജയാണ് കേട്ടോ. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സമയം നിങ്ങൾ കണ്ടില്ലേ, 7 മണി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതുള്ളൂ, ഇതൊരു 7 മണി ഈവനിങ് വ്ളോഗാണ്. വാക്കിംഗ് കർണിക്കിലെ ജാത്തിയും ഞാൻ ഹിന്ദിയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഒരു വാക്കിംഗ് ചെയ്യുന്ന ആളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ 2 കൊല്ലം മുമ്പ് ടോട്ടൽ ഹിസ്റ്ററി കഴിഞ്ഞ ഒരാളാണ്. എൻ്റെ ഏജ് 46 ആണ്. പക്ഷേ നമ്മൾ തളരാൻ പാടില്ല. ആഫ്റ്റർ ടോട്ടൽ ഹിസ്റ്ററക്ടമി കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ ഒരു ചട്ടി പോലും പൊന്തിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. എല്ലാവരുടെയും ഉള്ള ചെറിയ ചെറിയ കാര്യത്തിന് എനിക്ക് ഡിപ്പെൻഡ് ചെയ്യണം. പക്ഷെ ഞാനങ്ങനെ വിട്ടുകൊടുക്കും എൻ്റെ ശരീരത്തിന്. നമുക്കങ്ങനെ പവറായിട്ട് തിരിച്ചു വരണ്ടേ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ ഇന്ന് പറയാൻ വരുന്നത്, നിങ്ങൾക്കായാലും ഇപ്പോൾ ടോട്ടൽ ഹിസ്റ്ററക്ടമി അല്ല വേറെ ഏത് സർജറി ആയാലും വീണ്ടും ലൈഫിലേക്ക് ഫിറ്റ് ആൻഡ് ഫൈൻ ആയിട്ട് വരണമെങ്കിൽ നിങ്ങൾ ഈ ടിപ്പ് ഫോളോ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ 3 കാര്യങ്ങൾ, 3-4 കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറയുണ്ടാവും. 1, നടക്കണം. ഡെയിലി 10,000 സ്റ്റെപ്സ് എങ്കിലും വേണം. നമ്മുടെ ബോഡിക്ക് മൂവ്മെൻറ്റ് മസ്റ്റാണ്. ഓക്കെ. 2, നമ്മൾ എന്നും ജേർണൽ എഴുതണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ജേർണലോ, വാട്ട് ടു ഡു എന്നുള്ള ജേർണലോ? അല്ല, നിങ്ങൾ എല്ലാവരും എന്താ ഇന്ന് ചെയ്യേണ്ടതെന്നുള്ള ജേർണലോ, അല്ലെങ്കിൽ എന്താ ഇന്ന് എൻ്റെ കൂടെ നടന്നതെന്നുള്ള ജേർണലല്ല എഴുതുക. പക്ഷേ നിങ്ങളൊരു ഹെൽത്ത് ജേർണൽ എഴുതി നോക്കൂ. അപ്പോൾ ആ ജേർണലിൽ നിങ്ങൾ എത്ര വാട്ടർ നിങ്ങൾ ഒരു ദിവസത്തിൽ കുടിച്ചു, എത്രയായിരുന്നു നിങ്ങളുടെ ഹാർട്ട് റേറ്റ് ഇന്നത്തെ, ആൻഡ് എത്ര ഫുഡ് എത്ര മീൽസ് നിങ്ങളിന്ന് കഴിച്ചു, ഇന്ന് നിങ്ങൾ സപ്ലിമെൻറ്റ്സ് കഴിച്ചോ, നിങ്ങളുടെ വെയിറ്റ് എത്രയാണ്, നിങ്ങളുടെ മോഷൻ എങ്ങനെയാണ് പോയേ മോർണിംഗിൽ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളെല്ലാവരും ടോയ്ലറ്റിൽ പോവും, പക്ഷേ ഒരാളും മോഷൻ എങ്ങനെയാണ് പോണേ, അതിന് കളർ വ്യത്യാസമുണ്ടോ, അതെങ്ങനെയാണ്, ഏത് ടൈപ്പിലാണ് പോണേന്ന് ഒന്നും ശ്രദ്ധിക്കാണ്ട് നമ്മൾ ഫ്ലഷ് ചെയ്ത് പോകും. പക്ഷേ ഞാൻ പറയാലോ, ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം കാണിക്കുന്നത് നമ്മുടെ പല്ലുമേയും കണ്ണുമേയും നമ്മുടെ നഖത്തുമേയും ആൻഡ് നമ്മുടെ മോഷനും നമുക്ക് മനസ്സിലാക്കാവുന്നതുള്ളൂ. അപ്പോൾ അതിൽ വല്ല ചേഞ്ച് വരുന്നുണ്ടെന്ന് ഡെയിലി ഒരു നാണക്കേടും വിചാരിക്കേണ്ട. നിങ്ങളുടെ പേഴ്സണൽ ജേർണലാണ്, നിങ്ങൾക്ക് അതിൽ എഴുതി വെക്കാവുന്നതുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് വല്ല സ്ഥലത്ത് ഇന്നത്തെ ദിവസം അറിയാത്ത വേദന, നിങ്ങൾ ഒരാഴ്ചയായിട്ട് ഒരേ സ്ഥലത്ത് വല്ല വേദന ഉണ്ടെങ്കിൽ അത് എത്ര ദിവസമായിട്ട് അത് ഫീൽ ചെയ്യണോ, സ്പെഷ്യലി നിങ്ങൾക്ക് സർജറി കഴിഞ്ഞ പാർട്ടിൽ വല്ല വേദന വരുന്നുണ്ടോ, അതേപോലെ നിങ്ങൾക്ക് ഇന്ന് വല്ല കാര്യം നിങ്ങൾ സ്ട്രെസ്സ് കൂടുതൽ എടുത്തിട്ട് ശരീരത്തിന് നിങ്ങൾ സ്ട്രെസ്സ് കൊടുത്തിട്ടുണ്ടോ, അതൊക്കെ എഴുതി വെക്കുക. ചെറിയ ചെറിയ പോയിൻറ്റ്സ്, വലിയ കഥാപ്രസംഗം ഒന്നും എഴുതണ്ട, ഇങ്ങനെ ടിപ്പാക്കി ഇങ്ങനെ ചെറിയ ചെറിയ പോയിൻറ്റ്സ് എഴുതി വെക്കുക. വെരി ബെനിഫിഷ്യൽ ആയിരിക്കും. ഞാൻ സത്യം പറയാലോ, ഇതെനിക്ക് ആഫ്റ്റർ ടോട്ടൽ ഹിസ്റ്ററക്ടമി കഴിഞ്ഞിട്ട് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ മുമ്പും ഈ സർജറിയുടെ മുമ്പും ഞാൻ ഇങ്ങനെ ഹെൽത്ത് ജേർണൽ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു മേജർ ബെനിഫിറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്ക് ഈ ടോട്ടൽ ഹിസ്റ്ററക്ടമി വന്നപ്പോൾ എനിക്ക് വയറിന് വേദന ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. എൻ്റെ മോഷനും ഇടയ്ക്ക് ലൂസും കോൺസ്റ്റിപ്പേഷനും ആയിട്ട് അങ്ങനെ മാറി മറിഞ്ഞ് പോവും. പക്ഷേ ഞാൻ ഈ ജേർണൽ എഴുതിയ കാരണം എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റി. എന്നിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും ഈ ജേർണൽ കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ രാത്രി ഭക്ഷണം കഴിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് അടിവയറ്റിൽ വേദന വന്നു. എമർജൻസിയിൽ എനിക്ക് അനങ്ങാൻ പോലും പറ്റാത്ത വിധത്തിലായിരുന്നു വേദന. അത്രയും നമ്മളെ ഒരു പ്രതിമയാക്കി മാറ്റി നിർത്തും. നമുക്ക് അനങ്ങിയ അപ്പോൾ വേദന. അപ്പോൾ അത്രയും എമർജൻസിയിൽ എന്നെ എടുത്തുകൊണ്ടാണ് ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എൻ്റെ ഭർത്താവ് കൊണ്ടുപോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, എങ്ങനെയായിരുന്നു, എത്ര നിങ്ങൾക്ക് വല്ല പെയിൻ ഫീൽ ചെയ്യാറുണ്ടോ നിങ്ങളങ്ങനെ. അപ്പോൾ നിങ്ങൾ പറയും, എനിക്ക് ഇതിനൊക്കെ ആർക്കും സമയം. നിങ്ങൾ പോയിൻറ്റ്സ് ആയിട്ട് എഴുതിയാൽ മതി, വലിയ കഥയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. കുറച്ച് ഒരു പോയിൻറ്റ്സ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് 2 ഗുണമുണ്ടാവും, 3 പേർക്ക് ഗുണമുണ്ടാവും. ഒന്ന് ഡോക്ടർക്ക് ഗുണമുണ്ടാവും, ഒന്ന് നിങ്ങൾക്ക് ഗുണമുണ്ടാവും, ഒന്ന് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലും ബൂസ്റ്റ് ചെയ്യും. നിങ്ങളുടെ ഹെൽത്ത് നന്നായി കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കാനും നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിലാക്കാൻ കൂടുതൽ ഇൻട്രസ്റ്റ് വരും. നിങ്ങളുടെ ശരീരത്തിനെ കൂടുതൽ മനസ്സിലാക്കി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങും. അപ്പോൾ ഒക്കെ എല്ലാം കണക്റ്റഡാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ ടിപ്പ്. അപ്പോൾ ഞാൻ ഇന്ന് ഈവനിങ്ങിൽ വാക്കിങ്ങിന് പോണേക്കാട്ട് മുമ്പ് ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടുണ്ടാവും, ഇതിൻ്റെ മുമ്പിലൊന്നും ഞാൻ ഫില്ല് ചെയ്തിട്ടില്ല ആൻസേഴ്സ്. ഇത് ഞാൻ ഫില്ല് ചെയ്യണത് ഇപ്പോൾ വാട്ടർ എത്ര കുടിച്ചു എന്നൊന്നും ഞാൻ ഇപ്പോൾ ഫില്ല് ചെയ്തിട്ടില്ല. ഒക്കെ സബ് ഹെഡിങ്സ് ആയിട്ട് ഇങ്ങനെ എഴുതി വെച്ചു എന്നുള്ളൂ. ഇനി കിടക്കണേക്കാട്ട് മുമ്പ് ഞാൻ അരമണിക്കൂർ മുമ്പ് ഞാൻ ഇതൊക്കെ ഫില്ല് ചെയ്യും. നമുക്ക് കിടക്കണ വരെ ഒന്നും നേരത്തെ അതിൻ്റെ മുമ്പായിട്ട് നമുക്കൊന്നും ഫില്ല് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കിടക്കണേക്കാട്ട് അരമണിക്കൂർ മുമ്പ് ഇതൊക്കെ ഫില്ല് ചെയ്തു. അപ്പോൾ ഞാൻ കാണിച്ചു തരണം, ഞാൻ ഇങ്ങനെ ജേർണൽ ചെയ്തു. ഇപ്പോൾ എൻ്റെ 2ോ 3ോ ഡയറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് നിങ്ങളുടെ ഹെൽത്തിന് നന്നായിരിക്കും. പിന്നെ ഇതേ ഇരിക്കണ ആളാണ് എൻ്റെ വീട്ടിലത്തെ, ഞാൻ പറഞ്ഞില്ലേ പേർഷ്യൻ ക്യാറ്റ് ഉണ്ടെന്ന്. അവൻ്റെ മുടി എല്ലാ സ്ഥലത്ത് അവൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഞാൻ ജിമ്മിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ വാക്കിങ്ങിന് പോകണം കേട്ടോ. 10,000 സ്റ്റെപ്സ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കണേ. നോക്കട്ടെ എത്ര ചെയ്യാൻ പറ്റുന്ന. 5,000 3,000 നമ്മൾ പൊതുവേ വീട്ടിൽ തന്നെ ചെയ്തോളും. അപ്പോൾ നമുക്ക് 10,000 തന്നെ പുറത്ത് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നമ്മുടെ പകുതി സ്റ്റെപ്പ് നമ്മുടെ വീട്ടിൽ തന്നെ ആവും. അപ്പോൾ 3,000 5,000 സ്റ്റെപ്പ് നമ്മൾ വീട്ടിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്റ്റെപ്സ് മാത്രം നമുക്ക് പുറത്ത് നടന്നാൽ മതി. അപ്പോൾ ഞാൻ മുടിയൊന്നും അത്ര കെട്ടിയിട്ടില്ല. ഞാനിങ്ങനെ ഈവനിങ് എണ്ണ തേച്ച് വെച്ചേക്കണം മുടി. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഈവനിങ് വാക്കല്ലേ, അധികം ഡ്രസ്സപ്പ് ഒന്നും ചെയ്യണ്ടല്ലോ. അപ്പോൾ നമുക്ക്
എൻ്റെ കൂടെ നിങ്ങളും വാക്ക് ചെയ്യാൻ വരിക, ഞാൻ കാണിച്ചു തരാം. ഞാൻ ബോട്ടിലൊന്നും എടുത്തിട്ടില്ല, വെള്ളം വീട്ടിൽ നിന്ന് തന്നെ കുടിച്ചു. ഇനി അതും പിടിച്ചിട്ട് നടക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ബോട്ടിൽ അവിടെ തന്നെ വെച്ചു. പക്ഷേ വെള്ളം കുടിച്ചിട്ടോ നല്ലോണം, അധികം അങ്ങോട്ട് വെള്ളം കൂടുതൽ കുടിച്ചിട്ടില്ല, എന്നാലും കുടിച്ചു. അപ്പോൾ പിന്നെ നിങ്ങളൊക്കെ നടക്കാറുണ്ടോ? ഇതാണ് എൻ്റെ സൊസൈറ്റിയിലത്തെ ഇങ്ങനെ ഞാൻ താമസിക്കുന്ന സൊസൈറ്റിയുടെ വാക്കിംഗ് പാത്ത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഞാൻ ഡെയിലി ഇല്ല, ജിമ്മിൽ പോകുന്ന ദിവസം ഞാൻ വാക്കിംഗ് ലിമിറ്റഡ് ചെയ്യാറുള്ളൂ. ഒന്നിങ്ങനെ ട്രെഡ്മില്ലിൽ ചെയ്യും, പക്ഷേ ജിമ്മിൽ പോവാത്ത ദിവസം ഞാൻ ഡെയിലി മാക്സിമം 10,000 സ്റ്റെപ്സ് ചെയ്യാൻ നോക്കൂട്ടോ. നിങ്ങളൊരു സ്മാർട്ട് വാച്ച് മേടിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നിങ്ങൾക്കപ്പോൾ എത്ര സ്റ്റെപ്സ് നിങ്ങൾ നടക്കണമെന്ന് കാൽക്കുലേറ്റ് ആവും. പക്ഷേ ഇപ്പോൾ സ്മാർട്ട് വാച്ച് അധികം വിലയുടെ ഒന്നും വേണ്ട, ഒരു ആവറേജ് വിലയുടെയൊക്കെ ആമസോണിൽ നിന്ന് കിട്ടും. ഞാൻ നോയ്സ് ഇന്ത്യ മേടിച്ചാണ് സാധാരണ വാച്ച്. പക്ഷേ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റെപ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വെരി ബെനിഫിഷ്യൽ ആയിരിക്കും. ഇത് ഈ കാണുന്ന ഈ ലൈറ്റ് ഇട്ടിട്ടുള്ള സ്ഥലമല്ലേ, അത് എൻ്റെ അപ്പാർട്ട്മെൻറ്റിലത്തെ രാം മന്ദിരം കേട്ടോ. ഇവിടെ രാമനും പ്രതിഷ്ഠിച്ചാണ് വിത്ത് ഫുൾ ഫാമിലി, പിന്നെ ഹനുമാൻജി. അപ്പോൾ ഇന്നെന്തോ ഹിന്ദിക്കാരുടെ വളരെ വലിയ പൂജയുണ്ട്. അപ്പോൾ അതാണ് കാണുന്നത്. അവിടെ എല്ലാ സ്ത്രീകളും, എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകളും ആണുങ്ങളൊക്കെ വന്ന് ഇവിടെ പ്രാർത്ഥിക്കും കേട്ടോ. ഇതിപ്പോൾ റീസെൻ്റ്ലി പണിതതാണ്. മഞ്ഞ ഡ്രസ്സിട്ട് നിൽക്കുന്ന ആളാണ് നമ്മുടെ പണ്ഡിറ്റ്ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജാരി, ഹിന്ദിയിൽ, ഐ മീൻ മലയാളത്തിൽ കേട്ടോ. അപ്പോൾ നല്ല വെതറായിരുന്നു. അപ്പോൾ നടക്കാനും നല്ല ഇൻട്രസ്റ്റ് തോന്നിയിട്ടാ. 2-3 ദിവസമായിട്ട് ഇപ്പോൾ എന്താ പറഞ്ഞാൽ ഇവിടെ മഴ നല്ലോണം കിട്ടുന്നുണ്ട് ഡൽഹിയിൽ. ഞാൻ നോയിഡയിലെ താമസിക്കുന്നത്, ഡൽഹിയിൽ കിട്ടിയാലും നോയിഡയിലും കിട്ടും. ഡൽഹി നോയിഡയുടെയും ബോർഡറായിട്ടാണ്, ആ ബോർഡർ ഏരിയയിലാണ് നമ്മൾ താമസിക്കുന്നത്. പിന്നെ ഇത് ഈ കാണുന്നത് ഒക്കെ ഈ അപ്പാർട്ട്മെൻറ്റിലത്തെ ആൾക്കാരുടെ വണ്ടികളാണ് കേട്ടോ. എല്ലാവരും അവനവൻ്റെ ഫ്ലാറ്റിൻ്റെ മുമ്പിൽ ഇങ്ങനെ ലെവലിൽ ഫ്ലാറ്റ് നമ്പറിൻ്റെ മുമ്പിലായിട്ട് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പാർക്കിംഗ് ലോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കാണുന്നതാണ് ഈ പീപ്പിൾ കപ്പേടെന്ന് ഞാൻ പറയാറില്ലേ, ആലിൻ്റെ മരം. അത് ഇവർ നല്ലോണം പൂജ ചെയ്യും, നല്ലോണം. ഇവർക്ക് ഭയങ്കര ആലിൻ്റെ മരത്തിൽ എന്നും പോയി അവർ വിളക്കൊക്കെ കൊളുത്തോട്ടാ. പിന്നെ ഇതിപ്പോൾ കുറച്ച് ലൈറ്റ്സൊക്കെ കാണുന്നുണ്ടാവും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ദീപാവളിയാണോന്ന്. അല്ല, ഇതിപ്പോൾ ദീപാവലിയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു 6 മാസത്തേക്ക് അവിടെ കിടക്കും. ഇനിയിപ്പോൾ ദുർഗാപൂജയും അതൊക്കെ വരാറായിട്ടുണ്ട്, ഇവരുടെ നവരാത്രിയൊക്കെ വരാറായിട്ടുണ്ട്. അപ്പോൾ അതുവരെ ഇങ്ങനെ അവർ ഇട്ട് വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യൂ, ദിവസത്തിൽ എന്തായാലും നടക്കൂട്ടാ. നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രൈഗ്ലിസറൈഡ് റേഷ്യോ, പിന്നെ നിങ്ങളുടെ TSH ലെവലൊക്കെ കൂടുതലുണ്ടെങ്കിൽ ബ്ലഡിൽ വളരെ, ഈ കാണിക്കണ ഞാൻ പൂവില്ലേ, ഇത് ഇവിടെ നാട്ടിലൊക്കെ വിഷുവിനല്ല വരിക, ഇവിടെ വിഷുവിൻ്റെ 1 മാസം മുമ്പ് ഈ പൂ വരും. വിഷുക്കണിക്ക് വെക്കണ പൂവല്ല കേട്ടോ, പക്ഷേ ലുക്ക് ലൈക്ക്. പക്ഷേ എന്നാൽ വിഷുവിന് നമുക്കൊരു പൂവും കിട്ടില്ലേ, മഞ്ഞ. ഇത് എക്സാക്റ്റ് 1 മാസം മുമ്പ് നമുക്ക് ഇവിടെ വരും, വിഷുവിൻ്റെ 1 മാസം. എന്നിട്ട് വിഷുവിന് നമുക്ക് പൂവില്ലാണ്ടും ഇങ്ങനെ പ്ലാസ്റ്റിക് പൂവും വെച്ച് നടക്കേണ്ടി വരും. പിന്നെ അപ്പം ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് വല്ല ബ്ലഡിൽ ട്രൈഗ്ലിസറൈഡോ TSH ലെവലോ എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ 10,000 സ്റ്റെപ്സ് ഡെയിലി വാക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ കാണിക്കണത് ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ ഉള്ളവർക്ക് പട്ടിയെ നടത്താനും ആൾക്കാരുണ്ട് കേട്ടോ. ഒരാൾ ഇപ്പോൾ എൻ്റെ മുമ്പിൽ റെഡ് ഷർട്ട് ഇട്ട് നടക്കുന്ന ആൾ പട്ടിയെ നടത്താൻ, പട്ടി വരെ ശ്രദ്ധിക്കുന്നുണ്ട് നടക്കാൻ. ഇവിടുത്തെ ആൾക്കാർ പട്ടിക്കും വരെ നടത്തം കമ്പൽസറിയാണ്. അപ്പോൾ പട്ടി വരെ ഈ 600 ഫ്ലാറ്റുള്ള അപ്പാർട്ട്മെൻറ്റിൽ നടക്കും. പിന്നെയാണ് നമ്മൾ നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കാണ്ട് അവർ പട്ടിയെ നടത്താൻ വേണ്ടിയിട്ട് ഒരാളെ വെച്ചൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട്. ഇവിടെ കുഞ്ഞു കുട്ടികൾക്ക് വരെ അപ്പോൾ ആൾക്കാർ പുറത്ത് കൊണ്ടുപോട്ടാ. പിന്നെ അത് ഈ കാണുന്ന കുറച്ച് ആൾക്കാർ പോയിട്ടില്ലേ, അത് ഇവിടുത്തെ വേലക്കാർ ഈവനിങ് പണിയൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ കൊടുത്തയക്കും. ഇവിടുത്തെ ആൾക്കാർ നല്ലോണം വേലക്കാരികൾക്ക് ഓരോ സാധനങ്ങൾ കൊടുക്കട്ടെ. കാശ് അത്ര ഇൻക്രീസ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും പക്ഷേ സാധനം കൊടുത്ത് വേലക്കാരിയെ കയ്യിലെടുക്കും, എന്നിട്ട് എക്സ്ട്രാ പണിയും ചെയ്യിപ്പിക്കട്ടെ. അത് അവരുടെ ഒരു ടാക്റ്റിക്കാണ് ഈ ഹിന്ദിക്കാരുടെ. അവർ കാശ് ഒട്ടും കൂട്ടില്ല, പക്ഷേ എന്നാൽ അവർക്ക് ആവശ്യമില്ലാത്ത ഡ്രസ്സും അവർക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ, പുതിയ ഡ്രസ്സ് പലപ്പോഴൊക്കെ ഫെസ്റ്റിവലിന് കൊടുക്കും, അതല്ലാണ്ട് പഴയ സാധനങ്ങളൊക്കെ കൊടുത്ത് ഈ വേലക്കാരിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ കൊടുക്കട്ടെ. പക്ഷേ പ്രോബ്ലം കൊടുക്കണതിൻ്റെ അല്ല, പ്രോബ്ലം ആണെങ്കിൽ ഈ കൊടുത്ത സാധനത്തിൻ്റെ അനുസരിച്ച് അവരെ കൊണ്ട് പണി എക്സ്ട്രാ ചെയ്യിപ്പിക്കും ചെയ്യൂട്ടോ, എസ്പെഷ്യലി പഞ്ചാബി ആൾക്കാർ. അപ്പം അതാ ഞാൻ പറഞ്ഞത്. ഇവിടെ പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടത് ഇതാണ്, ഇവിടെ കൊച്ചു കുട്ടികളെയും ഡെയിലി പുറത്ത് ഈവനിങ്ങിലോ അല്ലെങ്കിൽ ഏർലി മോർണിംഗിൽ അധികം പ്രകാശം കൂടുതലില്ലാത്ത സമയത്ത് ഒരു 8 മണി വരെ ആ സൂര്യപ്രകാശം കൊള്ളിപ്പിക്കാനും വരെ സ്ട്രോളറിൽ കൊണ്ടുപോകട്ടോ. ഇവർക്ക് മസ്റ്റാണ്. വീട്ടിൽ കുട്ടികളെ അധികം നേരം ഇങ്ങനെ ഇരുത്തില്ല. അവർ കുഞ്ഞ് ബേബീസിനെ വരെ വെയിൽ കൊള്ളിപ്പിക്കാൻ അങ്ങനെ സ്ട്രോളറിൽ കൊണ്ടുപോകും. ഇപ്പോൾ അവർ വർക്കിംഗ് ആണെങ്കിൽ അവർ പട്ടിയെ നോക്കാനും കുട്ടിയെ നോക്കാനും ആൾക്കാരെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഡൽഹി ലൈഫ്. ദിവസവും ഇങ്ങനെ നടക്കുമ്പോൾ നല്ലൊരു രസമാണ്. നമ്മൾ പല സാധനങ്ങളും ഒബ്സർവ് ചെയ്യും, പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ കിട്ടും. അപ്പോൾ
ഞാൻ പറയുകയാണെങ്കിൽ കൂട്ടുപിടിച്ചിട്ട് നടക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് തന്നെ നടന്ന് ശീലിക്കണം. നമ്മൾ പല കാര്യങ്ങളും പല ആൾക്കാരും പല സാധനങ്ങളും ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് നടന്നു കഴിഞ്ഞാൽ എന്ത് രസം അറിയോ, നമ്മുടെ നടത്തവും കഴിയും. അതേപോലെ നമുക്ക് കുറേ സാധനങ്ങൾ പഠിക്കാനും ഒബ്സർവ് ചെയ്യാനും കിട്ടും. നമുക്ക് പല കാര്യങ്ങളും ഒബ്സർവേഷനിൽ നിന്ന് പഠിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങൾ നടക്കണം എന്ന് വിചാരിച്ച് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മടി വരും. അപ്പോൾ നടക്കണം എന്ന് വിചാരിച്ച് നടക്കാണ്ട് നിങ്ങൾ 10 ആൾക്കാരെ ഒന്ന് കാണാലോ, 10 കാഴ്ചകൾ കാണാലോ, 10 സാധനങ്ങൾ ഒബ്സർവ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നടക്കൂ. നടന്നു കഴിഞ്ഞാൽ പകുതി ബോഡിയുടെ ബ്ലഡിൽ വല്ല കൊളസ്ട്രോളോ TSH തൈറോയിഡോ ട്രൈഗ്ലിസറൈഡോ എന്തെങ്കിലും കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരുവിധമൊക്കെ കുറയ്ക്കട്ടെ. പൂർണ്ണമായിട്ട് കുറയ്ക്കില്ല, പക്ഷേ നടത്തം ഓൾവേസ് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ്. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് എന്നും നടക്കുമ്പോൾ മുട്ടുവേദനയൊക്കെ ഉണ്ടെങ്കിൽ എന്നും കമ്പൽസറി ഇല്ല, അപ്പോൾ വീട്ടിൽ നടത്താൽ മതി, കുറച്ച് വീട്ടിൽ കൂടുതൽ നടന്നാൽ മതി. ഓക്കെ, പക്ഷേ മൂവ്മെൻറ്റ് എന്തായാലും വേണം കേട്ടോ. ബെഡിൽ ഇങ്ങനെ കുത്തിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന്, എസ്പെഷ്യലി സർജറി ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ബെഡിൽ കുത്തിരുന്ന് കഴിഞ്ഞാൽ പറയണ്ട. പിന്നെ നിങ്ങൾ ഒരു 3-4 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്ലഡ് റിപ്പോർട്ട് ആകെ കൊളായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈവനിങ് വ്ളോഗ് ഇത്ര തന്നെയാണ്, നിങ്ങളെ കൂടിയും ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നടത്തത്തിൻ്റെ ഇമ്പോർട്ടൻസ് 10,000 സ്റ്റെപ്സ് പറ്റിങ്ങ് ചെയ്യാൻ നോക്കൂ. ആൻഡ് നമ്മുടെ ഹെൽത്ത് ജേർണൽ ഒരെണ്ണം മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. അതേപോലെ പുറത്തിറങ്ങുമ്പോൾ സോളോ ആയിട്ട് നടക്കാൻ നോക്കുക, ഒറ്റയ്ക്ക് നടക്കാൻ നോക്കുക. കൂട്ട് വേണമെന്നില്ല കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ നടന്ന് എല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ട് എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് എല്ലാം ഒബ്സർവ് ചെയ്തിട്ട് നടന്നു കഴിഞ്ഞാൽ അടിപൊളി നടത്തായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ടേക്ക് കെയർ, ബൈ.